ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമസ്കാരം. സോറി. ഇവരെന്തിനാ ഋതുമോളെ കാണുമ്പോ നമസ്കാരം നമസ്കാരം എന്ന് പറയുന്നേ? ഡോക്ടർ ആ വഴിക്കല്ലേ ഹോസ്പിറ്റലിൽ പോന്നെ. അപ്പോ ഒന്ന് നോക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അവരുടെ ഗോഡൌണിൽ പോയി നോക്കി. നോക്കിയോ? പത്മ പറഞ്ഞതുപോലെയല്ല. ആ ഗോഡൌണിപ്പോ ഒരു തിരക്കുള്ളൊരു ഫാക്ടറിയാ. എന്നാല് ഈയിടെ എങ്ങനെ ആക്കിയതായിരിക്കും ഡോക്ടർ? എന്തായാലും ജഗന്നാഥനൊന്നും അവിടെ ഇല്ല. അയാൾ അവിടെ ഒന്നും പൂട്ടിയിടാനുള്ള സൗകര്യവുമില്ല. അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതല്ലേ. വീണ്ടും അയാൾ എന്തിനാ അവരുടെ വായിച്ചെന്ന് ചാടിയത്? പിടിച്ചകത്താക്കാൻ പുറകെ നടക്കുകയല്ലേ ഡോക്ടർ? എന്താ ഇത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇതിനൊക്കെ പോലീസ് കംപ്ലൈന്റ് ചെയ്യണം പത്മേ. വെറുതെ പോലീസ് കേസ് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടർ. ഒരു പ്രയോജനവും ഇല്ല. എന്റെയും ജഗന്നാഥേട്ടന്റെ ശത്രുക്കള് എന്റെ ഭർത്താവായിരുന്ന ആളുടെ ബന്ധുക്കള് തന്നെയാ. അവരുടെ പേരിൽ ഞാൻ കേസ് കൊടുത്താ അതിനുള്ള തെളിവ് എവിടെയെന്ന് അവര് ചോദിക്കും. ഞാൻ എവിടുന്ന് തെളിവ് കൊടുക്കാനാ? ഹസ്ബൻഡ് ആയിരുന്ന ആള് പ്രതാപവർമ്മയല്ലേ? അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണല്ലോ എന്റെ അറിവ്. അദ്ദേഹം വളരെ നല്ല മനുഷ്യൻ തന്നെയാ. നല്ല മനുഷ്യർക്കാർക്കും ഭാര്യയെ തെറ്റിദ്ധരിച്ച് ഉപേക്ഷിച്ചൂടെ? പണ്ട് വാനരസേനകളാ കാട്ടുതീ ഊതി പിടിപ്പിച്ചത് സീതയെ അഗ്നിശുദ്ധി വരുത്താൻ. എനിക്കും അഗ്നിശുദ്ധി വരുത്തണം. അതിന് ആ ജഗന്നാഥേട്ടൻ വേണം. 10 ദിവസമെങ്കിലും 10 ദിവസം എനിക്കെന്റെ മകളോടൊപ്പം ജീവിക്കണം. ഞാനൊരു കളങ്കമുള്ള അമ്മയാണെന്ന് എന്റെ മകൾക്കൊരു ധാരണ ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. പത്മ വിഷമിക്കാതിരിക്കെ. കാലമല്ലേ എല്ലാത്തിനും സാക്ഷി. കരഞ്ഞു തളരുന്നവരെയൊക്കെ ചിരിപ്പിക്കാതെ അവൻ വിടില്ല. പത്മ കാത്തിരിക്കെ. എന്റെ അന്വേഷണം ഞാൻ തുടരാം. പത്മ വിഷമിക്കാതിരിക്കെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പൂപ്പന്റെ ഫോണാ. ആ ഫോണിനൊന്നും പറ്റല്ലേ ദൈവമേ. ഞാൻ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചോളാമേ. എനിക്ക് ഗെയിം കളിച്ചില്ലെങ്കിലും വേണ്ട. അപ്പൂപ്പന്റെ ഫോൺ നന്നാക്കി കൊടുക്കണേ. ചക്കര ഒറ്റയ്ക്ക് നിന്നോണ്ട് എന്താ പിറുപിറുക്കുന്നേ? ഒന്നുമില്ല അച്ഛമ്മേ. മോളിങ്ങോട്ട് വന്നേ, അച്ഛമ്മ ചോദിക്കട്ടെ. വാ, മോൾ അവിടെ ഇരി. മോളോട് അച്ചമ്മയ്ക്ക് സ്നേഹക്കുറവുണ്ടായിട്ടല്ല. മോളെ അച്ചമ്മയ്ക്ക് വലിയ ഇഷ്ട. പക്ഷെ നിന്റെ അച്ഛനെന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അതച്ഛമ്മയുടെ മോനല്ലേ? അല്ല, അവൻ എന്റെ മകനേ അല്ല. ഞാൻ പ്രസവിച്ചതൊക്കെ തന്നെ. പക്ഷെ എന്റെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമായി ഇങ്ങനെ ഒരു മോൻ. അവൻ എന്റെ മോനേ അല്ല. ഇതൊന്നൊന്ന് കഥകളിയോ? പാരമ്പര്യോ? അല്ല, നിന്റെ അച്ചാച്ചൻ വലിയ ഓട്ടം തുള്ളലുകാരനായിരുന്നില്ലയോ? ആ പാരമ്പര്യം നിനക്കും കിട്ടിയതായിരിക്കും. എന്ന് വെച്ച് ഓട്ടം തുള്ളൽ പഠിക്കൊന്നും വേണ്ട കേട്ടോ. അച്ചമ്മ വട്ടക്കളിയും തിരുവാതിരകളിയും എല്ലാം പഠിപ്പിച്ചു തരാം. പിന്നെ ഞാനായിട്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കലാരൂപവും ഉണ്ട്, അമ്മിണിയാട്ടം. അതും പഠിപ്പിച്ചു തരാം. ഇതേട്ടാ, നിന്റെ അച്ഛനെ മാത്രം നീ വിശ്വസിക്കരുത്. മഹാചതിയനാ. അപ്പൊ എന്റെ അമ്മ എങ്ങനെയാ? അവള് വെറും പാവോ. പക്ഷേ ഒരു മലവാഴയാ. എന്റെ മകൻ അവളെ അനുദിനം ചതിച്ചോണ്ടിരിക്കുക. ആഹാ, നീ പാത്തം പതിഞ്ഞ് നിൽക്കായിരുന്നല്ലേ? സുഖമില്ലാത്ത കൊച്ച. അവളോട് ആവശ്യമില്ലാത്ത ഒന്നും പറയരുത്.
വേണ്ടാതിനൊന്നും പറയരുത്. എന്റെ കൊച്ചിന് ഒരു അസുഖവും ഇല്ല. ദേ, അമ്മാവനും കോടീശ്വരിയായ സൂര്യമംഗലം മാമിയും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ? അയ്യോ നമസ്കാരം. ഇത് അമ്മാമ്മയുടെ ഐഷുവിന് പുത്തൻ ഡ്രസ്. ഇത് എന്റെ വക സ്വീറ്റ്സ്. സ്വീറ്റ്സ് എടുത്ത് തരട്ടെ അച്ഛമ്മേ? എനിക്ക് ഈ വക സ്വീറ്റ്സ് ഒന്നും വലിയ താല്പര്യമില്ല. തന്തൂരി ചിക്കനോ അൽഫാൻ ചിക്കനോ അങ്ങാണോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. തന്നെയും അല്ല, ചില മെനകെട്ടവന്മാരെ കണ്ട എനിക്ക് ഒരു ഭക്ഷണം ഇറങ്ങുകയില്ല. എനിക്കും അങ്ങനെയാ. ചില ഹീന ജന്തുക്കളെ കണ്ടാലേ കഴിച്ച ഭക്ഷണം വൊമിറ്റ് ചെയ്യും. നമസ്കാരം. സോറി. ഇവരെന്തിനാ ഋതുമോളെ കാണുമ്പോ നമസ്കാരം നമസ്കാരം എന്ന് പറയുന്നേ? അതെ, ഞാൻ ഭക്തിമാർഗത്തിലായതുകൊണ്ടാ. അല്ലയോ ധൃതിക മോളെ? അതൊന്നും കൊണ്ടല്ല, ഇവരെ പേര് മാറ്റി നമസ്കാരത്തി അമ്മിണീന്നാക്കി. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തായി? പോയ കാര്യമെല്ലാം സക്സസ് ആയി രാധമ്മേ. ഓഫീസിൽ വെച്ച് അച്ഛനുമായിട്ട് എല്ലാം സംസാരിച്ചു. അച്ഛൻ ചില കാര്യങ്ങൾക്ക് അഡ്വൈസ് തരാനാ വിളിപ്പിച്ചത്. അപ്പൊ പിന്നെ സന്തോഷായല്ലോ. ഓഫീസിൽ എത്തണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഇപ്പൊ അങ്ങനെയാ, ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ടെൻഷനാവും. എന്താന്നറിയില്ല. ആ അതെ, മനക്കട്ടിയില്ലാഞ്ഞിട്ടാ. ദേ എന്നെ നോക്ക്, ആകാശം ഇടിഞ്ഞു വീഴാൻ പോണെന്ന് പറഞ്ഞാലും പോട്ടെ അതെന്ന് ഞാൻ പറയും. അല്ല, മരപോന്ത് പോലൊരു മകനെ പ്രസവിച്ചിട്ട് ഞാൻ സഹിക്കുന്നില്ലേ? പോട്ടെന്ന്. ഇവരെ ഞാൻ ഞാൻ മാഡത്തിനെ കൊണ്ടാക്കാമെന്നാ. എനിക്ക് തിരിച്ച് ഓഫീസിൽ പോണം. ഞാൻ ഇറങ്ങട്ടെ. നീ പിന്നെയും പോവാണോ? പോണോ വെച്ചാ ഞാൻ പോയിട്ടരാം. ഫോൺ നന്നാക്കി കിട്ടിയോ അപ്പൂപ്പ? കിട്ടി മോളെ. പക്ഷെ അപ്പൂപ്പന്റെ സിം കാർഡ് എന്തോ ബ്ലോക്ക് ആയി പോയി. പുതിയ സിം കാർഡ് ഇട്ടിരിക്കുക. ആ അതിന് കുഴപ്പമില്ല, മോക്ക് ഗെയിം കളിച്ചാ പോരെ. താപിടി. വേണമെങ്കിലേ എനിക്ക് പുറത്തു പോണം, ചില സാധനങ്ങളൊക്കെ വാങ്ങാനാ. അങ്കിളിന് എന്റെ കൂടെ വരാവോ? പിന്നെന്താ, മോള് വാ, നമുക്ക് പോയിട്ട് വരാം. അങ്കിളിന് ഫ്രഷ് ആവണ്ടേ? ഏയ് നമുക്ക് പോവാന്ന്. അപ്പൊ ശരി രാധമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് വാ മോളെ. ഡേ, എന്റെ കയ്യിൽ ഫോണില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോളെ വിളിച്ചാ മതി. ശരി വേണു ഏട്ടാ. മോള് വാ. പോയിട്ട് വരാം.